തെന്മല വന്നാൽ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് അഡ്വഞ്ചർ പാർക്കിൽ പോവും, ബട്ടർഫ്ലൈ പാർക്ക്, ഡിയർ പാർക്ക് ഒക്കെ വിസിറ്റ് ചെയ്യും, തെന്മല ഡാമിൽ പോവും, പിന്നെ സാധിച്ചാൽ പാലരുവി വരെയും പോകും. എന്നാൽ ഇനി തെന്മല വന്നാൽ ഒരു ജീപ്പ് സഫാരി എടുക്കാൻ മറക്കല്ലേ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തെന്മലയിൽ 2500 രൂപയ്ക്ക് മുതൽ ജീപ്പ് സഫാരി കിട്ടും. ഈ തുകയ്ക്ക് 7-8 പേർക്ക് യാത്ര ചെയ്യാം. തെന്മലയിൽ നിന്നും 4 സ്ഥലത്തേക്കാണ് ഇവർ ജീപ്പ് സഫാരി ഓഫർ ചെയ്യുന്നത്. അമ്പനാട് ഹിൽസ്, റോസ് മല, രാജാത്തോട്ടം, പാണ്ഡവൻപാറ എന്നിവയാണ്. 4 മണിക്കൂർ സഫാരിയാണുള്ളത്. ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞങ്ങൾ റോസ്മലയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. അങ്ങോട്ടേക്കുള്ള യാത്ര ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെയാണ്. കാറ് പോലെ സ്വന്തം വാഹനങ്ങളിൽ പലരും വരുന്നുണ്ടെങ്കിലും ജീപ്പാണ് കുറച്ചുകൂടി സേഫ്. ചില ഏരിയയിലൊക്കെ റോഡ് വളരെ മോശമാണ്. ഈ യാത്രയിൽ മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റോസ്മല വ്യൂ പോയിന്റ് ആണ്. പിന്നെ പോകുന്ന വഴി മനോഹരമായ ചെറിയ ചെറിയ കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും. പിന്നെ കാടിനുള്ളിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ജീപ്പ് സഫാരി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റോസ്മല വ്യൂ പോയിന്റിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നടന്നിട്ട് വേണം വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. ചെറിയൊരു കുറ്റിക്കാട് പോലെയുള്ള സ്ഥലത്തു കൂടി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ നടന്നു വേണം നമ്മൾ മുകളിലെത്താൻ. നടന്നു ചെന്നെത്തുന്നത് ഇതുപോലെ ഒരു സ്ഥലത്തേക്കാണ്. ഇതാണ് റോസ്മല വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാലുള്ള കാഴ്ച അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത്രയ്ക്ക് മനോഹരമാണ്. തെന്മല ഡാമിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളത്തിനൊക്കെ ഒരു നീല കളറാണ്. വെള്ളത്തിന് നടുക്കായിട്ട് പല ഷേപ്പുകളിലായിട്ട് ചെറിയ തുരുത്തുകളൊക്കെ കാണാം. ആ കാഴ്ചയാണ് ഏറ്റവും മനോഹരം. ഇവിടെ മുകളിലായിട്ട് കയറിയാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി റോസ്മലയ്ക്ക് ആ പേര് വരാൻ കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ മലകളിൽ നിൽക്കുന്ന മരങ്ങളില്ലേ, റോസാപ്പൂവിന്റെ ഇതളുകൾ പോലെയാണ് കാണപ്പെടുന്നതെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ റോസ്മല എന്ന് വിളിക്കുന്നത്. ആ പേര് പോലെ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണിത്. വ്യൂ പോയിന്റിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നാൽ ഇവിടെ വെള്ളം കുടിക്കാനായിട്ടും ചായ കുടിക്കാനായിട്ടൊക്കെ ഒരു ചെറിയ ടീ ഷോപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരാറായപ്പോഴേക്കും ഒരുപാട് ജീപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പോരുന്ന വഴി നമുക്ക് റെഡ്വുഡ് എന്ന് പറയുന്ന മരം കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ട്രീ ആണ്. ഇതിന് ചുവന്ന നിറത്തിലുള്ള കാതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചെങ്കുറിഞ്ഞി അല്ലെങ്കിൽ റെഡ്വുഡ് ട്രീ എന്ന് വിളിക്കുന്നത്. ഈ ചെങ്കുറിഞ്ഞി സംരക്ഷിക്കപ്പെടുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇവിടം ശെന്തുരുണി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. ഈ കാണുന്നത് ഒരു കുന്തിരിക്കത്തിന്റെ മരമാണ്. ഇതും ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പോരുന്ന വഴി ഇതുപോലെ അരുവിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. തീരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ രാവിലെ 9:30 ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്ത ഞങ്ങൾ 2 മണിയായി തിരിച്ച് തെന്മലയിൽ എത്തിയപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. തെന്മലയിൽ വരുന്നവർ ട്രൈ ചെയ്ത് നോക്കണേ.